നമസ്കാരം. പലവിധമായ വാഹനങ്ങൾ നമ്മുടെ നിരത്തിലുണ്ട്. ചിലതൊക്കെ വിചിത്രവുമാണ്. ഇപ്പോൾ വിചിത്രമായ വണ്ടികളുടെ ലിസ്റ്റ് എടുത്താൽ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കാൻ തക്കവണ്ണം വാഹനങ്ങൾ ലോക നിരത്തിലുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം എടുത്താലും ചെറുതല്ലാത്ത ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ തക്കവണ്ണം വാഹനങ്ങൾ നമുക്ക് ഇവിടെയും കാണാം. ഇപ്പോൾ കുട്ടികളെയൊക്കെ പേടിപ്പെടുത്താൻ തക്കവണ്ണം വിചിത്രമായതും ആ ഒരു ഭീകരമായ ലുക്കുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, തീർത്തും അൺകൺസർവേറ്റീവ് ആയിട്ടുള്ള വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു നിരത്തിലെ കാര്യം എന്ന് പറയുമ്പോൾ പുതിയ ഒരു വാഹനങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു. കുറച്ച് കാലം മുന്നേ ഒക്കെ തന്നെയും ഇങ്ങനെയൊക്കെയുള്ള വാഹനങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നോ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വിചിത്രമായ അല്ലെങ്കിൽ വിക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചുകൂടി കൗതുകമുള്ള വാഹനങ്ങളെ കുറിച്ച് സംസാരിക്കാം. സ്വാഗതം വണ്ടിപ്രാന്തനിലേക്ക്. ഇപ്പോൾ കാഴ്ചയ്ക്കുള്ള ഭംഗി എന്ന് പറയുന്നത് കാണുന്നവരുടെ കണ്ണിനെ ആശ്രയിച്ചിരിക്കുമെന്നൊരു ചൊല്ലുണ്ട്. അതായത് ചില സംഗതികൾ നിങ്ങൾക്ക് നല്ല ഭംഗിയെന്ന് തോന്നും, പക്ഷെ എനിക്ക് അത്ര ഭംഗി തോന്നണമെന്നില്ല. അതുപോലെ എനിക്ക് ഉദാത്തമെന്ന് തോന്നുന്ന, എനിക്ക് തീർത്തും ഭംഗിയുള്ള സംഗതി എന്ന് തോന്നുന്നൊരു സംഗതി നിങ്ങൾക്ക് അത്ര ഭംഗിയില്ല, മൊക്കയാണല്ലോ എന്ന് തോന്നാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് എന്നുള്ളതാണ്. ഒരു ഡിസ്ക്ലെയിമർ പോലെ ഈ ഒരു കാര്യം കൂടി പറയണ്ടേ. എന്തായാലും നമുക്ക് കുറച്ച് വണ്ടികളുടെ ലിസ്റ്റിലേക്ക് പോവാം. അതായത് വിചിത്രമായ കൗതുകമുള്ള രൂപമുള്ള കുറച്ച് വണ്ടികൾ, ഇന്ത്യയിലുണ്ടായിരുന്ന വണ്ടികൾ. സ്വാഗതം. വിചിത്രമായ കാറുകളുടെ ആ ഒരു വീഡിയോയിലേക്ക് പോകുമ്പോൾ തീർത്തും ആദ്യം പറഞ്ഞ വണ്ടി എന്ന് പറയുന്നത് ടെമ്പോയുടെ ഹൻസീറ്റാണ്. നിങ്ങൾ ഇന്ത്യയിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ മിക്കവാറും നിങ്ങളുടെ കണ്ണിൽ വണ്ടി പെട്ടിട്ടുണ്ടാവും. കാണാൻ തീർത്തും വൈചിത്രമായിട്ടുള്ള ഒരു രൂപമുള്ള വണ്ടിയാണത്. അതായത് പണ്ടത്തെ ഒരു ലോറി, ഫർഗോ അല്ല, ഫർഗോ കഴിഞ്ഞ് ടാറ്റ മോട്ടോഴ്സിന്റെ ലോറി വന്നില്ല. ടാറ്റ നല്ല ടെൽക്കോ ഉള്ള സമയത്ത് ലോറി, ആ ലോറിയൊക്കെ പോലെ ഇരട്ടക്കണ്ണൻ ലോറിയില്ല, നമ്മൾ മമ്മൂട്ടിയൊക്കെ അവനാഴിയിലൊക്കെ കണ്ടുള്ള ലോറി, അവനാഴി തന്നെയാണോ ഏതൊരു സിനിമയിൽ കണ്ട ലോറി. ആ ലോറിയുടെ മുൻവശം ചെറുതാക്കി വെച്ച പോലെ ഒരു വീൽ അതിനകത്ത് എഞ്ചിനോട് കൂടി ഒരു വീൽ വെച്ച് ആ ഒരു സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ച് ഓടിക്കുന്ന ഒരു വണ്ടി, ഹൻസീറ്റ്. അതിന്റെ പാസഞ്ചർ വെഹിക്കിൾ ഉണ്ട്, അതുമാത്രമല്ല അതിന്റെ ഗുഡ്സ് ഉണ്ട്. ഞാൻ വിക്കിയൊക്കെ നോക്കിയപ്പോൾ അതിന്റെ എന്താ ആ ഒരു ഫ്ലാറ്റ് ബെഡൊക്കെ കണ്ടു. അപ്പോൾ ഹാൻസീറ്റ് എന്ന് പറയുന്ന വാഹനം എന്ന് പറയുന്നത് 1960 ഫോഴ്സ് മോട്ടോഴ്സ്, ഇന്നത്തെ ഫോഴ്സ് മോട്ടോഴ്സ് അഥവാ ടെമ്പോ വരുന്ന ഫോഴ്സ് മോട്ടോഴ്സ് ഇറക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നല്ല രസമാണ്. 3 ചക്രമാണ്, മുന്നിലൊരു ചക്രം, പിന്നിൽ 2 ചക്രം. കാണാൻ തീർത്തും കൗതുകം. നേരത്തെ പറഞ്ഞ കുട്ടികളെ പേടിപ്പിക്കുന്ന രൂപം എന്ന് പറയുന്നത് തീർത്തും ആ ഒരു വാക്കിന് ഏറ്റവും കൂടുതൽ യോജിക്കുക ഈ ഒരു വാഹനത്തിൻ്റെ ലുക്കാണ്. ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 20 bhp പവറുള്ള 452 cc 2 സിലിണ്ടർ എഞ്ചിനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് കൽക്കത്ത പോലുള്ള സിറ്റികളിൽ ഈ വണ്ടിയുടെ കുറച്ച് അധികം ഉണ്ട് ഇപ്പോഴും. അതായത് അത്രയും കാലമായിട്ട് ഇപ്പോഴും ഓടുന്ന വണ്ടികളുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതുമാത്രമല്ല വിചിത്രമായ രൂപമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വിചിത്രമായ രൂപമുള്ള വണ്ടികളുടെ ഒരു കാര്യം പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഹൻസീറ്റിനെ കുറിച്ച് തന്നെയാണ്. ഫോഴ്സ് മോട്ടോഴ്സ് ആയിരുന്ന ടെമ്പോയുടെ ഹൻസീറ്റ്. ടെമ്പോ എന്ന് പറഞ്ഞ ആ ഒരു വണ്ടിയുടെ ഹൻസീറ്റിനെ കുറിച്ച് പറഞ്ഞ പോലെ കുറച്ചുകൂടി കൗതുകമുള്ള വണ്ടിയാണ് ഹിന്ദുസ്ഥാൻ ട്രക്കർ. ട്രക്കർ എന്നുള്ള ഒരു സംഗതി കേട്ടിട്ടുണ്ടാവും. പഴയ കാലത്ത് കല്യാണങ്ങളൊക്കെ ഇപ്പോൾ 80s അല്ലെങ്കിൽ 90s കല്യാണങ്ങളുടെ വണ്ടികളിലൊക്കെ ജീപ്പിന്റെയും അല്ലെങ്കിൽ ആ ഒരു ട്രാക്സിന്റെ കൂടെ ട്രക്കറുകൾ ഉണ്ടായിരുന്നു. ട്രക്കറിന് ഒരിത്തിരി വൈചിത്രങ്ങളുണ്ട്. അതെന്താണെന്ന് ആദ്യം പറയാം. ഇത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ലാത്തൊരു വാഹനമാണ്. കുറച്ചു കാലം മുന്നേ വരെ ഈ വണ്ടി ഡ്രൈവിംഗ് സ്കൂളുകളിൽ ടെസ്റ്റ് പഠിപ്പിക്കാനും ടെസ്റ്റ് എടുക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു. അടുത്ത കാലത്ത് വന്ന പൃഥ്വിരാജിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമയിൽ ആ ഒരു ലാൻഡ് ക്രൂസറിന് സൗണ്ട് കൂടുതലാണ്, ഫോഗലാൻ വിടുന്നൊക്കെ പറഞ്ഞ് അലമ്പുണ്ടാകുമ്പോൾ പുള്ളി കാശ് കൊടുത്ത് മേടിക്കുന്ന ആ ഒരു വാഹനം കൂടി ട്രക്കറാണെന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് ആളുകളെ കൂടുതൽ കയറുക എന്നായിരുന്നു മെയിൻ ഉദ്ദേശം വാഹനങ്ങളിലൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ബെഞ്ച് സീറ്റും ലളിതമായ പെട്ടി രൂപവും വട്ടത്തിലുള്ള ലൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു ട്രക്കർ ഉണ്ടായിരുന്നത്. തീർത്തും വെളിച്ചമേകുന്ന ഒരു വാഹനം. അതായത് വിൻഡോ ഇല്ല, നില്ലാണ്, പകരം പഴുതേക്കാണ്. മാത്രമല്ല മുകളിലും പഴുതയാണ്. അതുപോലെ വലിയ ഗ്ലാസ് ഏരിയ ഉണ്ട്. പിന്നിലെ ആ ഒരു ചക്രം വെച്ച ഡോറ്, പിന്നിലെ ബെഞ്ച് സീറ്റുകൾ 2 റോ മുൻ ഫേസിംഗ് സീറ്റുകൾ, ബെഞ്ച് സീറ്റുകളൊക്കെ തന്നെയാണ്. അങ്ങനെയുള്ള സീറ്റുകളൊക്കെ ആയിട്ട് ആളുകൾക്ക് യഥേഷ്ടം സുഖമായിട്ട് കയറാനും ഇറങ്ങാനും സഞ്ചരിക്കാനും ഒരു പറ്റിയ വണ്ടി എന്ന നിലയ്ക്കാണ് ട്രക്കർ ഉണ്ടായിരുന്നത്. ഇതിന്റെ ഒരു എഞ്ചിനെ കുറിച്ച് പറഞ്ഞാൽ അംബാസഡർ ഉണ്ടായിരുന്ന ആ ഒരു എഞ്ചിൻ തന്നെയായിരുന്നു. അത് മാത്രമല്ല, അംബാസഡർ നോവയുള്ള പോലെ സ്റ്റിയറിംഗ് ഒരിത്തിരി ചെരിഞ്ഞിരിക്കുന്ന രൂപമായിരുന്നു. അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനായിട്ട് ഒരിത്തിരി ചെരിച്ച് പിടിച്ച് ഓടിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പല ഡ്രൈവിംഗ് സ്കൂളുകളിലും യാർഡിൽ ഈ വാഹനങ്ങൾ തന്നെ പൊടി പിടിച്ച് കിടപ്പുണ്ട്. അതായത് ആർക്കും വേണ്ടാതെ കിടപ്പുണ്ട്. അപ്പൊ ഹിന്ദുസ്ഥാൻ ട്രക്കറിന്റെ ആ ഒരു കൗതുകങ്ങൾ എന്ന് പറയുന്നത്, കൗതുകത്തിനൊക്കെ കൂടുതൽ ആ ഒരു വിക്ഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു വൈചിത്രം എന്ന് പറയുന്നത് സ്റ്റിയറിംഗിന്റെ ആ ഒരു ചെരിവും അല്ലെങ്കിൽ ആ ഒരു ഗിയർ ഷിഫ്റ്ററിന്റെ കാര്യം അല്ലെങ്കിൽ ബ്രേക്ക് ക്ലച്ച് പെഡലുകളുടെ ഒരവസ്ഥയും മീറ്റർ കൺസോളിന്റെ ആ ഒരു പെട്ടി രൂപവും അല്ലെങ്കിൽ എന്താ പറയുക മൊത്തത്തിൽ ഒരിത്തിരി എന്താ പറയുക ഒരിത്തിരി കൗതുകമുള്ള ഒരിത്തിരി രൂപമായിരുന്നു ആ ഒരു ട്രക്കർ ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അധികം അങ്ങനെ കാണാൻ കിട്ടാത്തൊരു വണ്ടി കൂടിയാണ് ട്രക്കർ. ഇപ്പോൾ ട്രക്കർ ഞാൻ പലയിടത്തും കണ്ട കാര്യം പറഞ്ഞത് ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ തന്നെയാണ്. എന്നാലും പലപ്പോഴും കൗതുകമുള്ള വണ്ടി തന്നെയാണ്. അതായത് ഒന്ന് ഓടിച്ചു നോക്കാനൊക്കെ പറ്റുന്ന, അതായത് അംബാസഡറിന്റെ സ്വീറ്റ് നോട്ടുണ്ട് ആ ഒരു സൗണ്ടിൽ സ്റ്റാർട്ടായിട്ട് തീർത്തും ലളിതമായ ഷിഫ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ ഓടിച്ചു പോകാൻ പറ്റിയൊരു വണ്ടി എന്ന നിലയ്ക്ക് എനിക്ക് ഒരിത്തിരി കൂടി ഇഷ്ടമുള്ള ഒരു കൗതുകമുള്ള വണ്ടിയാണ് ഹിന്ദുസ്ഥാൻ ട്രക്കർ എന്നുള്ളതാണ്. അതിന് കാരണം കൂടിയുണ്ട്. എന്താ അറിയോ, എൻ്റെ ഓർമ്മ, ഈ ട്രക്കറിന്റെ ഓർമ്മ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സേവനയാണ് ഡ്രൈവിംഗ് സ്കൂളിൽ തോന്നുന്നു. ഞാൻ ലൈസൻസ് എടുക്കാനായിട്ട് ഇടുന്നത് ഈ ട്രക്കറിലാണ്. മാത്രമല്ല
വണ്ടി ഓടിച്ച് കാണിക്കുന്നതും ഈ ഒരു ട്രക്കർ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ലിസ്റ്റിൽ അടുത്ത് വരുന്ന ഹിന്ദുസ്ഥാന്റെ വീർ എന്ന് പറഞ്ഞ വണ്ടിയാണ്. എന്താണ് ഹിന്ദുസ്ഥാൻ വീർ? ലളിതമായി പറഞ്ഞ അംബാസഡറിന്റെ പെട്ടിവണ്ടി, അതായത് പിന്നിൽ വാലുള്ള അംബാസഡർ. പണ്ടൊക്കെ നാട്ടിൻപുറത്ത് വാൽമാക്രി എന്നൊക്കെ പറയണ്ടായിരുന്നു. അതായത് മഹീന്ദ്രയുടെ ഒക്കെ ജീപ്പിന് പെട്ടി വെച്ച വണ്ടിയൊക്കെ വാൽമാക്രി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അംബാസഡറിന്റെ വാൽമാക്രി എന്നൊക്കെ പറയാവുന്ന ഒരു വണ്ടിയാണ് വീർ എന്ന് പറയുന്നത്. പകുതിക്ക് വെച്ച് മുറിച്ച അംബാസഡർ, അതായത് അംബാസഡറിന്റെ ഡ്രൈവർ ക്യാബിൻ വെച്ച് മുറിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് പെട്ടിയോട് കൂടിയോ അല്ലെങ്കിൽ ഷേസിസുമായിട്ട് മാത്രമോ ഈ വണ്ടി കിട്ടിയിരുന്നു എന്നുള്ളതാണ്. വെസ്റ്റ് ബംഗാളിലാണ് ഇത് ആദ്യമായി അവതരിപ്പിക്കുന്നത്. 1890 മറ്റോ നിലത്തിലുണ്ടായിരുന്ന പോർട്ടർ എന്ന ഹിന്ദുസ്ഥാന്റെ ആ ഒരു വണ്ടിയിൽ അതിന്റെ ആ ഒരു പുതിയ രൂപം എന്നൊക്കെയാണ് ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതായത് ആ ഒരു പോർട്ടർ ഉയർത്തെഴുന്നേറ്റതാണ് ഈ ഒരു വീർ എന്നും ചിലർ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ വണ്ടികളിൽ ശരിക്കും പറഞ്ഞാൽ കൗതുകമുള്ള വണ്ടികൾ കൂടുതലാണ്. പല വണ്ടികളിലും ഇപ്പോൾ സ്റ്റേഷൻ വാഗൺ ഉണ്ടായിരുന്നു അംബാസഡറിന്റെ, അതുപോലെ കുറെ വണ്ടികളുണ്ട്. പക്ഷേ ഈ വീറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും മുന്നിൽ നോക്കിയാൽ കാറ്, പിന്നെ നോക്കിയാൽ ലോറി, അങ്ങനെയുള്ള രൂപം. ലോറി നല്ല ട്രക്ക് അല്ലെങ്കിൽ പിക്കപ്പ് എന്നുള്ള രൂപം എനിക്ക് തീർത്തും ഒരു വിചിത്രമായ രൂപമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം അതിന്റെ ഒരു ഷേപ്പും പ്രപ്പോർഷനൊന്നും ഒരു പിക്കപ്പിന് ചേർന്നതായിരുന്നില്ലല്ലോ. അതായത് അംബാസഡർ എന്ന് പറഞ്ഞ ഒരു ചാമുള്ള അല്ലെങ്കിൽ ഒരു ഭംഗിയുള്ള ഒരു നല്ല കാറാണ്. അതായത് മന്ത്രിമാർ അല്ലെങ്കിൽ പൊളിറ്റീഷ്യന്മാർ മാത്രമല്ല സെലിബ്രിറ്റികളൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നൊരു കാർ അംബാസഡർ. അപ്പോൾ അതിനിങ്ങനെ മുറിച്ചിട്ട് ലോറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു വൈചിത്ര്യമുണ്ട്. ആ ഒരു വൈചിത്രം തന്നെയാണ് വീറിന്റെ ആ ഒരു വൈചിത്രം എന്ന് പറയുന്നത്. അതായത് വിചിത്രമായ ഒരു വണ്ടി തന്നെയാണ് വീർ എന്നുള്ളത്, സംശയമൊന്നുമില്ല. ഷിപാനി ബാദൽ റിലയൻ റോബിൻ എന്ന് പറഞ്ഞ കാറ് നിങ്ങൾ മിക്കവാറും കണ്ടു കാണാൻ വഴിയുണ്ട്. ജെർമി ക്ലാസ് എന്നൊരു ഷോയില് എല്ലാ തിരിവിലും കൊണ്ടേ മറിച്ചിട്ട് വീണ്ടും നിവർത്തി, എല്ലാ തിരിവിലും കൊണ്ടേ മറിച്ചിട്ട് നിവർത്തി ആ ഒരു ഷോ കാണിക്കുന്ന വണ്ടിയില്ലേ റിലയൻ റോബിൻ. അതിന്റെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു മിസ്റ്റർ ബീനിലാണെന്ന് തോന്നുന്നു, ആ പച്ചക്കാർ മിനി കൂപ്പറിനെ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു നീല വണ്ടി, അതും ഇതാണ്. അതിന്റെ ഇന്ത്യൻ പതിപ്പ് UK നിർമ്മിതിയിലുണ്ടായിരുന്ന ആ ഒരു റിലയൻ റോബിന്റെ ഇന്ത്യൻ പതിപ്പാണ് ശിവാനി ബാദൽ. ശിവാനി ബാദൽ അതൊരു വാക്ക് തെറ്റാണെങ്കിൽ അത് തിരുത്തണം. കാരണം ഹിന്ദി അത്ര ഒരു ഉച്ചാരണം എനിക്ക് അങ്ങനെ വഴങ്ങാൻ ചാൻസ് ഇല്ല. എന്നാലും ബാദൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് മേഘം എന്നാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഈ മേഘമാണെന്ന് പറയുമ്പോൾ ഇരുണ്ട മേഘമായിരിക്കണം ആ ഒരു ബാദൽ എന്ന് പറയുന്നത്. അതായത് ഇരുണ്ടിരുന്നത് വലിയ കാര്യമായിട്ട് വിൽപ്പനയൊന്നും ഇല്ലാതെ ശരിക്കും അങ്ങോട്ട് അരങ്ങൊഴിഞ്ഞു പോയൊരു വണ്ടിയാണത്. ഫൈബർ ഗ്ലാസ്സിലായിരുന്നു അതിന്റെ നിർമ്മിതി എന്ന് കേൾക്കുന്നുണ്ട്. പിൻവീൽ ഡ്രൈവ് ആയിരുന്നു കേൾക്കുന്നുണ്ട്. പിൻവീൽ ഡ്രൈവും പിന്നിൽ മാത്രം ബ്രേക്കുള്ള ആ വാഹനത്തിന്റെ മുൻവശത്തെ ആ ഒരു വീൽ എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോളിന് വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 1970 ഇത് ഉണ്ടാവുന്നത്. 198cc 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ, അതായത് ഒരു ബൈക്കിന്റെ എഞ്ചിന്റെ CC ഉള്ള ഒരു വാഹനമായിരുന്നു. അപ്പൊ ഇതും മറയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും. കാരണം ചക്രത്തിന്റെ കൺട്രോൾ, സ്റ്റിയറിംഗിന്റെ കൺട്രോൾ മാത്രം മുൻ ചക്രത്തിലും ബാക്കിലെ വീലിൽ പിടുത്തും ബാക്കിലെ വീലിൽ ആ ഒരു ബ്രേക്സും ഒക്കെ ആയിട്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ആരും മറച്ചു കണ്ടില്ല. വണ്ടി തന്നെ നേരിട്ട് കണ്ടിട്ടോ സംശയമാണ് അധികം പേരും. അപ്പോൾ റിലയൻ റോബിനൊക്കെ മറയ്ക്കുന്ന പോലെ ഒരു വീഡിയോ സീരീസ് ഒക്കെ ചെയ്യാനായിട്ട് തീർത്തും ഒരു അവസരമുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇതുപോലെ 3 വീലിലൊരു വണ്ടി കാജ മോട്ടോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു 3 വീലിലെ വണ്ടി. പക്ഷെ കുറച്ചുകൂടി വലുതായിരുന്നു അത്. അപ്പൊ വിചിത്രമായ കാറുകളിലേക്ക് ഒരു മാർക്ക് ഇട്ടാൽ, ഇപ്പൊ കാറുകളിലേക്ക് മാർക്ക് ഇട്ടാൽ 1ാം സ്ഥാനം കിട്ടാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ബാദലിന് തന്നെയാണെന്നുള്ളതാണ്. മറ്റത് കാറല്ലോ, മറ്റൊരു ഓട്ടോറിക്ഷ കൈൻഡ് ഓഫ് വണ്ടിയിൽ ഇത് ശരിക്കും കാറ് തന്നെയാണ്, ഡോറൊക്കെ ഉള്ള കാറ് തന്നെയാണല്ലോ. ഇനി പറയുന്നത് ടാറ്റ സ്പേഷ്യോ സോഫ്റ്റ് ടോപ്പ് എന്നുള്ള ഒരു വാഹനത്തെ കുറിച്ചാണ്. ടാറ്റ സുമോ ശരിക്കും ഒരു ചാമുള്ള വണ്ടിയായിരുന്നു. ചാം എന്ന് പറയുമ്പോൾ ടാറ്റ സുമോയ്ക്ക് ഒരു ഭംഗിയുണ്ട്, ഒരു ട്രക്ക് ലൈക്ക്, അതായത് ഒരു വാൻ ആണ് ശരിക്കും പറഞ്ഞാൽ. വാൻ പറയാൻ പറ്റില്ല, ഒരു MUV അല്ലെങ്കിൽ MPV എന്ന നിലയ്ക്ക് ശരിക്കും ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കണ്ടു, ഒരുപാട് മോഡലുകളുണ്ട്. ടാറ്റ സുമോയുടെ വിക്ട, അങ്ങനെ പല മോഡലുകളുണ്ട്. അതിലെനിക്ക് തോന്നുന്ന ഒരു വിചിത്രമായ ഒരു വാഹനം എന്ന് പറയുന്ന നിലയ്ക്കാണ് ഈ ഒരു സ്പേഷ്യോ സോഫ്റ്റ് ടോപ്പ്. അതായത് മോൾ ഭാഗം അങ്ങ് മുറിച്ച് കളഞ്ഞ് അവർ കൺവെർട്ടബിൾ അല്ലാതെ എന്താ പറയുക, കൺവെർട്ടബിളൊക്കെ ആക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു വണ്ടി യൂസ് ചെയ്യാൻ തോന്നുന്നത്. ഇപ്പോൾ ഷാസിയുടെ മുകളിൽ ബോഡി വെച്ചിട്ടുള്ള രൂപമുണ്ട്, ആ ഒരു സ്ട്രക്ചറിനൊന്നും ബാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ പടുത കെട്ടിയ ടാറ്റ സുമോ ആണ് ആ സ്പേഷ്യസ് സോഫ്റ്റ് ടോപ്പ്. ആ പടുത ഊരി മാറ്റി കഴിഞ്ഞപ്പോൾ താറൊക്കെ ഓടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഓപ്പൺ ടോപ്പായിട്ട് ഓടിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ഓടിച്ചിട്ടാരും കണ്ടിട്ടില്ല. പക്ഷേ സോഫ്റ്റ് ടോപ്പും ആണ്, മാത്രമല്ല ഡോറില്ല. അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ പടുതയൊക്കെ കെട്ടി മടക്കിയിട്ടൊക്കെയാണ് ആ ഒരു മഴവെള്ളം അകത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. അങ്ങനെ കയറാനും ഇറങ്ങാനും ഈസി ആയിട്ടുള്ള ഒരു നിർമ്മിതി, അതായത് ഗ്യാപ്പുകളൊക്കെ ഡോറിലല്ലോ, വേഗം കയറാൻ വേഗം ഇറങ്ങാം. ട്രിപ്പൊക്കെ അടിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പലയിടത്തും കണ്ടിട്ട് ബസ്സുകളുടെ കുറവുള്ള സ്ഥലത്തൊക്കെ സമാന്തര സർവീസുകളുണ്ട്. ആ സർവീസുകളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ കയറുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വിളിച്ചു കയറ്റാം. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ പള്ളത്തിൽ നിന്ന് ഷൊർണൂർക്ക് പോകുന്ന സമയത്ത് ജീപ്പൊക്കെ ട്രിപ്പ് അടിച്ചിരുന്നു. ഷൊർണൂർ ആളുകളെ വിളിച്ച് കയറ്റി അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ പടുതയിൽ ഉള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക്, ഡോറില്ലാത്ത വണ്ടി എന്ന നിലയ്ക്ക് കയറാനും ഇറങ്ങാനൊക്കെ വളരെ ഈസിയാണ്. ആ ഒരു യൂസ് കേസാണ് ശരിക്കും ഒരു സ്പേഷ്യയുടെ സോഫ്റ്റ് ടോപ്പൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ സുരക്ഷയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ നോക്കി ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ ഒരു സംസ്ഥാനത്തെ കാര്യം പറയാം. പുറത്തൊക്കെ ഇപ്പോഴും ഒരുപാട് വാഹനങ്ങൾ നമ്മളൊന്നും കാണുന്നില്ല, ലോറിയിലോ കാണുന്ന യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ആ ഒരു സീറ്റ് ബെൽറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഡോറടച്ചുള്ള യാത്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരിത്തിരി കൂടി സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ഇതുപോലുള്ള വാഹനങ്ങൾ സുരക്ഷയുടെ സംബന്ധിയായിട്ട് കാണാൻ കഴിയില്ല. പക്ഷേ സ്പേഷ്യ ഇപ്പോഴും പല സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, പല സ്ഥലത്ത് ഈ വണ്ടികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ വിചിത്രമായ വാഹനങ്ങളിൽ
ടാറ്റ സുമോയുടെ സ്പേഷ്യക്ക് ഒരു സ്ഥാനമുണ്ട്. കാരണം സുമോ അങ്ങ് വെട്ടിമുറിച്ച് പടുത കെട്ടി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ വൈചിത്രം അല്ലെങ്കിൽ വിചിത്രമായിട്ട് തോന്നുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇനി ഈ ടാറ്റ സുമോയെ കുറിച്ചൊരു കൗതുകമായ കാര്യം പറഞ്ഞാൽ തമിഴ് സിനിമയിലെ ബലിയാടായിരുന്നു കുറച്ചു കാലം മുന്നേ വരെ ടാറ്റ സുമോ എന്ന് പറയുന്നത്. അതായത് ഇടിച്ചു പൊളിക്കാനും കത്തിച്ച് കളയാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടാറ്റ സുമോ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ഇപ്പം അത് പഴയ സ്കോർപ്പിയോയ്ക്ക് വഴിമാറുണ്ട്. പല പടങ്ങളിലും നമ്മൾ സ്കോർപ്പിയോ കണ്ടു. ഞാൻ ഏതൊരു സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ഫോൺ ചെയ്യുന്ന ഒരു സീൻ ഓർക്കുന്നു. അതായത് അടുത്ത ലൊക്കേഷനിലേക്ക് ഒരു 10 സ്കോർപ്പിയോ ഇടുക എന്നുള്ള ആ ഒരു കാര്യമൊക്കെ. പിന്നെ വാഹനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വൈവിധ്യം ഞാൻ കണ്ടത് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിലാണ്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിൽ ആ ഒരു മറച്ച് കളയാനുള്ള വണ്ടി എന്നുള്ള നിലയ്ക്ക് തന്നെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു ആ ഒരു സ്കോഡയുടെ ആ ഒരു ഫാബിയ സുരാജ് വെഞ്ഞാറും കൂടെ ആദ്യം മുതൽ ഉപയോഗിക്കുന്നുണ്ട്. വില കുറഞ്ഞ് കിട്ടുന്ന വണ്ടിയാണ്, എന്തായാലും കത്തിച്ച് കളയാൻ അതിന് ചിലവില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ഇപ്പോഴത്തെ ഓഡിയൻസ് നോക്കൂട്ടോ. കാരണം കത്തിച്ച് കളയാനുള്ള വണ്ടിയാണ് എന്നുള്ളത് ആ ഒരു ഹീറോ യൂസ് ചെയ്യുന്ന വണ്ടി ഒരു പഴയ വണ്ടിയാണെങ്കിൽ മിക്കവാറും എവിഡൻ്റ് ആയിരിക്കും. ഇടിക്കാനോ പൊളിക്കാനോ കത്തിക്കാനോ ഉള്ള വണ്ടിയാണെന്നുള്ളത്. പറഞ്ഞത് സുമോ ആണ്. സുമോ എന്ന് പറയുന്നത് തമിഴ് സിനിമയുടെ ആ ഒരു എന്താ പറയുക പ്രിയപ്പെട്ട വണ്ടിയായിരുന്നു എന്നുള്ളതാണ്. ഇനി മഹീന്ദ്രയ്ക്ക് ജിയോ എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടായിരുന്നു. ജിയോ എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ബദലായി വന്ന ഒരു 4 വീൽ ഡ്രൈവ് ആയിരുന്നു. രൂപമാണ് അതിൻ്റെ വൈചിത്രം. അതായത് കാഴ്ചയ്ക്ക് അത്ര കൗതുകമുള്ള രൂപമൊന്നല്ല, വിചിത്രമായ രൂപം തന്നെയായിരുന്നു ആ ഒരു ജിയോയ്ക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം മഹീന്ദ്രയുടെ ഡിസൈൻ ക്യൂസ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റുമെങ്കിലും, ഇപ്പോൾ ഗ്രില്ലാണെങ്കിലും ലൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ രൂപത്തിന് മൊത്തത്തിലൊരു ചെറിയ ജീപ്പിൻ്റെ ഒരു രൂപമൊക്കെ മഹീന്ദ്രയുടെ ജീപ്പിൻ്റെ രൂപമൊക്കെ തോന്നുമെങ്കിലും ഒരിത്തിരി വൈചിത്രമുള്ള വണ്ടി തന്നെയായിരുന്നു ജിയോ. എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. തീരെ സ്പീഡിലാന്ന് പറയാൻ പറ്റില്ല, 50-ലൊക്കെ ഓടിച്ചുകൊണ്ട് പോകാം. കടകട സൗണ്ട് ഉണ്ടെങ്കിലും അത്യാവശ്യം നന്നായി കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഓട്ടോറിക്ഷകളെ സംബന്ധിച്ച് ആ ഒരു വാഹനം എന്ന് പറയുന്നത് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്, സേഫ്റ്റിയാണ്, 4 വീലാണ് 3 വീലല്ല ഒക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ കാഴ്ചയ്ക്ക് തീർത്തും വിചിത്രമായ രൂപമാണ് ജിയോയ്ക്ക് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് ജിയോ ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത്. ഇപ്പോൾ ഓട്ടോറിക്ഷകളേക്കാൾ നല്ലതായിരുന്ന ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഒരു ഡീസൽ എഞ്ചിനുള്ള മോഡലായിരുന്നു. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ. ഏകദേശം എനിക്ക് തോന്നുന്നു 9 bhp പവറുള്ള 442 cc എഞ്ചിനുള്ള ആ ഒരു വണ്ടി എന്ന് പറയുന്നത് യാത്ര ചെയ്യാൻ നല്ലതാണ്. പക്ഷേ കാണാൻ ഭംഗിയില്ല. പിക്കപ്പ് വേർഷനാണെങ്കിലും പാസഞ്ചർ വേർഷനാണെങ്കിലും ഇപ്പം അധികം കാണാറില്ല. അപ്പം ഞാൻ നമ്മുടെ നാട്ടിലെ ഒരു സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലോ മറ്റോ ഒരിക്കലും കണ്ടൊരു വെള്ള ജിയോ അധികം കാണാൻ കണ്ടത്തൊരു വണ്ടിയാണ് ജിയോ എന്നുള്ളതാണ്. അതുപോലെ പ്രീമിയർ റിയോ പോലുള്ള വണ്ടികളുണ്ട്. ഞാൻ പക്ഷേ അങ്ങനെയുള്ള വണ്ടികളിലേക്ക് അധികം പോകുന്നില്ല. കാരണം വൈചിത്രമായിട്ടുള്ള വണ്ടികളാണ്. പണ്ടൊക്കെ തന്നെ ഒരു സാധാരണ കാറെന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു SUV കൈൻഡ് ഓഫ് MUV എന്ന നിലയ്ക്കോ കുഞ്ഞു വണ്ടി നിലയ്ക്കൊക്കെ കാണുന്ന വണ്ടികളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. അത് നമുക്ക് വീഡിയോ വേണമെങ്കിൽ വേറെ തന്നെ ചെയ്യാന്നുള്ളതാണ്. കേരളത്തിൽ ഒരിക്കലും കാണാൻ ചാൻസ് ഇല്ലാത്തൊരു വണ്ടിയാണ്, അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു രൂപത്തിന് ജുഗാ എന്നൊക്കെ പറയാം. ജുഗാ എന്ന് പറയുന്നത് വണ്ടിയെ കുറിച്ചല്ല പറയുന്നത്. ജുഗാ എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ ആ ഒരു വാക്കെടുത്ത് പറഞ്ഞാൽ ഞാൻ വായിച്ചുകൊണ്ട് പറയാം. എ ഫ്ലെക്സിബിൾ അപ്രോച്ച് ടു എ പ്രോബ്ലം സോൾവിംഗ് ദാറ്റ് യൂസസ് ലിമിറ്റഡ് റിസോഴ്സ് ഇൻ എൻ ഇന്നോവേറ്റീവ് വേ എന്നാണ് പറയാം. ശരിക്കും സംഗതി സിമ്പിളാണ്. അതായത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് കയ്യിൽ കിട്ടിയത് കൊണ്ട് വണ്ടി ഉണ്ടാക്കുക. ഉദാഹരണം പറഞ്ഞപ്പോൾ 4 വീല് കിട്ടി, അല്ലെങ്കിൽ 4 ടയർ ഇടുന്ന സംഘടിപ്പിച്ചു, പൈപ്പൊക്കെ വെൽഡ് ചെയ്ത് 4 ടയറൊക്കെ വെച്ച് 4 വീലൊക്കെ വെച്ച് കിട്ടാവുന്ന ഡിഫറൻഷ്യൽ വെച്ച് കിട്ടാവുന്ന സ്റ്റിയറിംഗ് ബോക്സ് വെച്ച് കിട്ടാവുന്ന എഞ്ചിൻ വെച്ച് കിട്ടാവുന്ന എഞ്ചിൻ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന ആ ഒരു മോട്ടർ വെച്ചിട്ടുള്ള വണ്ടികൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നാനോയുമായിട്ട് ഇന്ത്യയിലൂടെ പര്യടനം നടത്താൻ പോയപ്പോൾ ശരിക്കും പഞ്ചാബിലാണ് ഞാൻ ജുഗാദ് കണ്ടിട്ടുള്ളത് കൂടുതലും. ഇപ്പോൾ ജുഗാദ് പല സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ കേരളം പോലുള്ള സ്ഥലത്ത് നടക്കില്ല. കാരണം ഇവിടുത്തെ RTO റൂൾസ് സ്ട്രിക്റ്റ് ആണ്. ഇവിടെ അങ്ങനെ തോന്നിയ പോലെ വണ്ടി ഉണ്ടെങ്കിൽ തോന്നിയ പോലെ ഓടിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അവിടെ ജുഗാദൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കമ്പനികൾ എന്ന് പറയുമ്പോൾ കുടിൽ വ്യവസായം പോലെ അല്ലെങ്കിൽ ചെറിയ ഒരു ഇൻഡസ്ട്രിയൊക്കെ പോലെ ജുഗാദ് ഉണ്ടാക്കി കൊടുക്കും. നമുക്ക് ഈ ഒരു ജുഗാദിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇങ്ങോട്ടും പോടാം. നമ്മൾ മല്ലു സിംഗ് എന്ന സിനിമ ഉണ്ട്. മല്ലു സിംഗിൽ കുഞ്ചാക്കോ ബോബൻ ആ ജനറേറ്റർ കറക്കുന്ന പോലെ കറക്കി സ്റ്റാർട്ടാക്കി ആ കൊച്ചിനെ കൊണ്ട് പോകുന്ന വണ്ടിയില്ലേ, അത് തന്നെയാണ് സംഗതി. അതായത് കരിമ്പിൻ ജ്യൂസിന്റെ മോട്ടർ എന്നൊക്കെ പറയുമ്പോൾ അതുപോലത്തെ ആ ഒരു എഞ്ചിനുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ സ്റ്റാർട്ടാക്കാനുള്ള സെൽഫ് മോട്ടറിന് ആവശ്യം കൂടി ഇല്ല. ലിവറൊക്കെ വെച്ച് തിരിച്ച് സ്റ്റാർട്ടാക്കി ഓടിച്ചുകൊണ്ട് പോകുന്ന സംഗതി. കാര്യം നടക്കണം, ആളുകൾക്ക് എവിടെയെങ്കിലും പോകണം, അതുപോലെ സാധനങ്ങൾ കൊണ്ടുപോകണം. അതിനൊക്കെ ആരെയും ആശ്രയിക്കാതെ വലിയ വിലയില്ലാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊണ്ടു നടക്കുന്ന വണ്ടി, അതാണ് ജുഗാദ് എന്ന് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ജുഗാദ് എന്ന് പറയുന്ന സാധനം സിനിമയിൽ മാത്രമല്ല നേരിട്ടും കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട് പഞ്ചാബ് പോയപ്പോൾ. ഇനിയുമുണ്ട് ഒരുപാട് വണ്ടികൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് കിടന്നാൽ, ഇപ്പോൾ ഞാനന്ന് പോണ്ടിച്ചേരി പോയ സമയത്ത് തമിഴ്നാട്ടിലേക്ക് കിടന്നാൽ ഒരു ഓട്ടോറിക്ഷ തന്നെയാണ്, പക്ഷെ കുറേ പേർക്ക് ഇരിക്കാവുന്ന ബെഞ്ച് സീറ്റുകളുള്ള ബോഡി കെട്ടിയ വലിയ വണ്ടികൾ. അതുമാത്രമല്ല താജ്മഹലൊക്കെ കാണാൻ പോയ സ്ഥലത്തെ ഇലക്ട്രിക് റിക്ഷകളൊക്കെ തീർത്തും വിചിത്രമാണ്, കൗതുകങ്ങളാണ്. അതുമാത്രമല്ല മറ്റ് പല വണ്ടികളും. ഉദാഹരണം പറഞ്ഞാൽ വിക്രം എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ നമ്മുടെ നാട്ടിലായിരുന്നു. വിക്രം എന്ന് പറഞ്ഞ ഓട്ടോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ആണ്. അത് ഓടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും. കാരണം ഗിയർ ഇങ്ങനെ മുകളിലേക്ക് ഫസ്റ്റ് താഴേക്ക് സെക്കൻഡ്, ബൈക്കുകളിലെ ഒരു ഷിഫ്റ്റ് പാറ്റേൺ ഒക്കെ ഉള്ള ആ ഒരു വണ്ടി. സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിയറിംഗ് ബോക്സിന്റെ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് ആ വീല് തിരിയുന്നത് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും. അത്രയും റുഡിമെന്ററി ആയിട്ടുള്ള പല വണ്ടികളുണ്ട്. വിക്രമൊക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. അങ്ങനെ പലവിധ വണ്ടികൾ ഈ ഒരു വിചിത്രമായ വണ്ടികളുടെ ലിസ്റ്റിലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ വണ്ടികളിലേക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ വൈചിത്രം തന്നെയാണ്. അതായത് തീർത്തും ഒരു
എന്തെങ്കിലും ഒരു യൂണീക്നെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ ഈ വണ്ടിക്കൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വക വണ്ടികളുടെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഒരു ആർട്ടിക്കിളായിട്ട് ഞാൻ vandipranthan.com പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയ ഒരു ആർട്ടിക്കിൾ വായിക്കാനായിട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിൽ ഞാനത് പിൻ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. നന്ദി, നമസ്കാരം.